എടുക്ക. ആ നെഞ്ചിന്റെ ഭാഗം എടുക്ക. അവിടെ നിന്ന് എടുക്ക. ആ ഭാഗത്തിന് ഭാഗം എടുക്ക. ഭാഗത്തിന് ഭാഗം എടുക്ക. ആ അവിടെ മാറ്റി വയ്ക്ക. ബാക്കിയല്ലോടെ വാരി ഇതിനകത്തോട്ട് ഇടുക. എന്തിനാ? ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിന് വളവാകും. എന്റെ വീട്ടിലെ വഴക്ക് കൊണ്ടിടാൻ അങ്ങനെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. എന്റെ ദൈവമേ, ഇതങ്ങോട്ട് മാറി പട്ടുമണിയുണ്ടോ ഇത് പൊളിഞ്ഞു കിട്ടാൻ? പട്ടുമണി ഉണ്ടോ പോലും? അത് കുഴപ്പമില്ല. അത് എന്താ അടച്ചു വെച്ചാൽ അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇവിടെ വെക്കാം. അവിടെ ഞാനെടുക്ക. അതെടുക്ക. അത് വേണ്ട, അതവിടെ വെച്ചു. ഇതെടുത്തിട്ട് ഇവിടെ തന്നെ വെക്കണോ? അല്ല, അതവിടെ വെച്ചേ. എന്നാ ഇതെടുക്കട്ടെ. ഇതെടുക്കട്ടെ. അതെന്റെ അതെന്റെതാണ്. അതെടുത്ത് അങ്ങനെ അത് വേണ്ടത്. ഇവിടെ തലക്കാണ്ട് പ്രാന്താണെന്ന് ചുമ്മാ ഉള്ള സാധനമെല്ലാം മേടിച്ചേണ്ട ദൂരെ കളയുന്നു. പിന്നെ എന്റെ സ്വത്തം കളഞ്ഞില്ലേ? നീ എന്താ കാണിക്കുന്നത്? നിങ്ങൾക്ക് മര്യാദ കർമ്മം ചെയ്യാൻ പറ്റുമോ? നമ്മളെ കർമ്മം ചെയ്യണോ? ചോറെടുത്തോണ്ട് വന്നില്ലേ? ചോറെടുത്തോണ്ട് വന്നില്ലേ? ഇതെല്ലാം തെറ്റിക്കുവാണല്ലോ ഈ ചോറിന്റെ. ചോറില്ലേ? ചോറുണ്ടാക്കണ്ടേ? അന്നപ്പിണ്ടമായിരിക്കും. കുറെ നേരം കൊണ്ട് പിണ്ടം പിണ്ടോന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ കാലുമടക്ക് ഒരു അടിയാൻ വെച്ചിട്ട് കേട്ടോ. കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ. ചേട്ടനക്കഞ്ഞ് വലിയ മദ്യപാനിയാട്ടോ ഞാനും. അതെ, ചേട്ടനക്കഞ്ഞ് വലിയ മദ്യപാനിയാ ഞാൻ. എന്നെക്കാളും വലിയ മദ്യപാനിയോ? അതെ. ഒരു 50 രൂപ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചടിക്കാതെ. കർമ്മം നടക്കണ്ടേ? എന്റെ വീട്ടിൽ വന്ന് എന്നെ പറ്റിക്കുന്നോ? ഞാൻ റെഡിയാക്കിക്കോളാം. കർമ്മം നടക്കട്ടെ. 25,000 അതിന്റെ പലിശയുടെ കാര്യം നീ എപ്പോഴും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് തരാം. ഓക്കെ, കാര്യങ്ങൾ നടന്നോട്ടെ. ആ ചോറെടുക്കുക. ആ ഉരുട്ടുക. നന്നായിട്ട് കൂട്ട്. അവിടെ ഇലയുടെ തുമ്പത്തേക്ക് വെക്കുക. കൈ കഴുകുക. ഒന്നോടെ എടുക്കുക. ആ ഉരുട്ടുക. കൈ കഴുകുക. ഒന്നോടെ എടുക്കുക. ഉരുട്ടുക. കൈ കഴുകുക. ഇതെന്തുകൊണ്ട് എപ്പോഴും കൈ കഴിയുമ്പോൾ ആദ്യമായിട്ട് ചോറെടുക്കുവാണോ? ചോറെന്തോ ഇത്ര വലിയ മാലിന്യമാണോ? നീ ഒന്ന് ഉരുട്ടി കഴിയുമ്പോൾ ഓരോ ഉരുള കഴിഞ്ഞിട്ട് കൈ കഴുകാറുണ്ടോ? കർമ്മി പറഞ്ഞു കൈ കഴുകാൻ. നീ ആദ്യം എണീച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുക. നിന്റെ നഖത്തിനിടയിലും മൂക്കിലൊക്കെ അഴുക. സ്വത്തിമ്മനെയും കേട്ടുള്ളൂ വന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ഇത് വലിയ ശല്യമായി തീർന്നില്ലേ ദൈവമേ? ചോറെടുക്കുന്നതിന് എപ്പോഴും കൈ കഴുകേണ്ട കാര്യമുണ്ട്. അത് കർമ്മം നടക്കുമല്ലേ, അതുകൊണ്ട് കൈ കഴുകേണ്ട കാര്യമുണ്ട്. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അവിടെ വെക്കുക. ഉരുട്ടുക. അവിടെ വെക്കുക. ഞാൻ കഴുകാം. ഇത് ഞാനല്ല ചെയ്യേണ്ടത്, പിന്നെ കർമ്മി ചെയ്യണത്. അല്ല, എനിക്ക് ഇയാളെ പേടിയാ. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. ഈ ആത്മാവിന് ശാന്തി കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ആത്മാവിന് ശാന്തി കിട്ടില്ല, എനിക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടും. അത് ശരിയാണ്. അപ്പൊ ശരി, ഒരു കാര്യം ചെയ്യാം. ഈ എള്ളും പൂവെടുത്ത് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് എഴുതേക്ക. ആ പിണ്ടത്തിൽ സമർപ്പിക്കണം. എന്നിട്ട് എഴുതേക്ക. അതിനെ പിണ്ടത്തിലാണോ? നീ കുറെ നേരം കൊണ്ട് ഇവിടെ പിണ്ടം എന്ന് പറയുന്നത്. നീ ഇവിടെ പിണ്ടം ഉരുട്ടി വെച്ചിട്ടുണ്ടോ? അയ്യോ, പിണ്ടം എന്ന് പറഞ്ഞാൽ പിതൃപിണ്ടം. പിതൃപിണ്ടം. പിതൃപിണ്ടോ? പിതൃപിണ്ടത്തിന് അടിയാൻ പറ്റിയത് മര്യാദ കാര്യങ്ങൾ വേണം കേട്ടോ. ഇന്നത്തെ മീൻകറി വല്ല ഇരിപ്പുണ്ടോ? എന്നാത്തിനാ ഇത്രയും വലിയ ഉരുളെ വെറുതെ കാക്കയ്ക്ക് കൊടുക്കണം? നമുക്ക് ഒന്നുകൂടെ കഷ്ടമാണെന്ന് പറയുന്നത്. പിതൃപിണ്ടത്തിനെടുക്കാൻ അങ്ങനെയൊക്കെ പറയുന്ന അവിടുന്ന്. ഇതിനാണോ പറയുന്നത് അവിടുന്ന്? എന്തുവാ ഇതിനെ പറയില്ല. അവിടെ കർമ്മത്തിന് വിഘ്നം ഉണ്ടാവും, അറിയോ? കർമ്മത്തിന് എന്തോ വിഘ്നം ഉണ്ടാക്കി. വിഘ്നം ഉണ്ടാകും. വിഘ്നം ഉണ്ടായിരിക്കണോ? ഉണ്ടായിരിക്കണം. മുതലും പലിശയും തന്നു എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. ഈ കർമ്മം കഴിയാതെ എങ്ങനെ ഞാൻ ഈ പൈസ തരുന്നത്? കർമ്മം കഴിയുമ്പോ തന്നാ മതി. ആ തരാം. അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മാറിയിരിക്കും അവിടുന്ന്. ഇപ്പൊ കർമ്മമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഞാനങ്ങ് പോവാ. അവിടെ നിൽക്ക്. ആര് പറഞ്ഞു കർമ്മം ഭംഗിയാന്ന്? അതിന് ഇതുവരെയായിട്ടും കാക്ക വന്നില്ലല്ലോ. കാക്ക വന്നെ എങ്ങനെയാ? അല്ല, ഇത് ഇതിനെ പോലെ ഒരുത്തിന് ഇവിടെ കിടന്ന് വട്ടത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ കാക്ക വരുമോ? ഞാൻ പിടിച്ച് മാറ്റി വെച്ചിട്ട് കാക്ക വന്നില്ലല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ ലിസ്റ്റിൽ പറഞ്ഞ സാധനം മേടിച്ചില്ലല്ലോ. ലിസ്റ്റിൽ പറഞ്ഞ സാധനം മേടിച്ചില്ലെന്നോ? ആര് പറഞ്ഞ് വാങ്ങിച്ചില്ലെന്ന്? നിങ്ങൾ ഏതൊരു മേടിച്ചു? 2 രൂപയുടെ റേഷൻ. പിന്നെ എങ്ങനെ കാക്ക വന്നെ? കാക്കതേ മാവിന്റെ അടുത്ത് വരെ വന്ന് ഇപ്പുണ്ട്. 2 രൂപയുടെ അരി ആയതുകൊണ്ട് ആ മാവിന്റെ കൊമ്പത്തേക്ക് വന്നിരിപ്പുണ്ട്. 1 രൂപയുടെ അരി ഇറങ്ങുമ്പോ ഇനി പഞ്ചായത്തിലെ കാക്ക കാണത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദക്ഷിണ എങ്ങനെ തരിക? ദക്ഷിണ ചോദിക്കാൻ നീ ആട്ടോ ദക്ഷിണാമൂർത്തിയോ? നിന്നെ കുറെ നേരം കൊണ്ട് നീ പിടിക്കാതിരിക്കുവാണോ? അല്ല, നീ എന്തിനാ എന്റെ കാല് പിടിക്കുന്നു? ഓ, സ്വസ്ഥത പോയില്ലേ? ഇത് ആരൊക്കെ കാല് പിടിക്കണം? ഉള്ളത് മേടിച്ചോണ്ട് പോകാം. അതെ, അപ്പൊ ഞാനങ്ങ് പോവാ. പോലെ അല്ല, ഈ മഷി നോക്കി ഏതാണ്ടൊക്കെ പറയുന്നു പറഞ്ഞു. മഷി നോക്കിയൊക്കെ പറയും. അത് എന്റെ ഒരു സാധനം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാ സാധനം കാണാൻ പോയത്? 5 പവന്റെ മാല. എവിടെ വെച്ചത്? അലമാരിക്കകത്ത്. എന്നാ പിന്നെ അവിടെ പോയി നോക്കിയാ പോയി. എന്നോട് ശരിയാണല്ലോ പറഞ്ഞു. അച്ഛനെ പോയില്ലേ? അച്ഛൻ മഷി നോട്ടൊക്കെ നടത്തുന്ന ആളാന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ മഷി നോക്കുന്നത് കാണാൻ പോയ സാധനങ്ങൾ കാണുന്നതിന് വേണ്ടിയല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മൊത്തം മഷി തേച്ച് കാണും. അതെന്തിനാ? വീട്ടിൽ കേബിളില്ല, IPLന്റെ കളി കാണാനാ. രാവിലെ 7 മണി തൊട്ട് വന്നിരിക്കുകയല്ലേ, ഒരു പണിയില്ല. എവിടെയെങ്കിലും സഞ്ചയനം ഉണ്ട്, കല്യാണം ഉണ്ടെന്ന് പറയുമ്പോ ഇറങ്ങി വന്നോണം. അടാ, ഒഴിക്കാനുള്ള സാമ്പാറിന്റെ അതിങ്ങനെ എടുത്തു വന്നേരാ. സാമ്പാറൊക്കെ എടുത്തോട്ട് കൊടുത്തേക്കോട്ടെ. കഷ്ടം. ഇവിടെ വെച്ചാ
കഴിക്കട്ടെ അവിടെ ഒന്നും നോക്കണ്ട, കത്തിച്ചു വിട്ടോ, കത്തിച്ചു വിട്ടോ. സർവചേച്ചി ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം ഒന്ന് വിളമ്പിക്കൊടുത്തേ. ഒന്നും നോക്കണ്ട, നഷ്ടപ്പെടുത്തി കത്തിച്ചു വിട്ടോണം. അയ്യോ, ഇതാരോ മരോട്ടി വീട്ടിലെ ശാന്തയോ? ഓ അല്ല, മമ്മി മമ്മി. ഇപ്പൊ റോഡ് സൈഡിൽ നിന്ന് ഫ്ലക്സ് ഒക്കെ എടുത്തുകൊണ്ട് തറവാട് പണിയുന്നുണ്ടോ? ഓ, ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ഒരു സാഹചര്യത്തിനും കുറവ് വരുത്തരുത്, ഇഷ്ടം പോലെ കൊടുക്കണം കേട്ടോ. അതെ, നീ കൊണ്ട് പറയുന്നു. ഇവനെ ഇവിടെ ഒന്നും ഞാൻ കണ്ട് പരിചയമില്ലല്ലോ. മോനേതാ? മോന്റെ വീട് എവിടാ? തൃശ്ശൂരോ? തൃശ്ശൂരുള്ള നമ്മുടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തൃശ്ശൂർ ബന്ധുക്കാരും നമ്മുടെ ബന്ധത്തിൽ തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടോ? തൃശ്ശൂർ ആരുമില്ല. ആരുമില്ല. പിന്നെ ഇങ്ങനെ ഏതായുള്ളു? നീ ഏതാടാ? നീ സഞ്ചാരക്കുറി കൊണ്ടുവന്നിട്ടുണ്ടോ? കാണിച്ച്. അങ്ങനെ വിട്ടാക്കത്തില്ല. വായിച്ചു നോക്കി. നീല ടാർപ്പിയും കസേരയും കണ്ട് കയറിയതാണ്. വിശക്കുന്നുമുണ്ട്, കയ്യിലാണ് കാശുമില്ല, വഴക്ക് പറയരുത്. ഇങ്ങനങ്ങ് ഇറങ്ങി വരണേക്കോ അല്ലയോ വയറും വായുവായിട്ട്? നാട്ടുകാരുടെ എല്ലാം കളിപ്പിച്ചു നിന്നാൻ ഇത് ശീലമല്ലയോ? കൊള്ളാം. അതെ, ഇപ്പം പോകാൻ നേരം വലിയൊരു പൊതിയിൽ പാഴ്സലുള്ള തിന്നിട്ട് പോയാൽ മതി. തിന്നിട്ട് പോയി ശരിക്ക് കഴിച്ചോ, ശരിക്ക് കഴിച്ചോ. അടുത്ത ആഴ്ച അങ്ങോട്ട് വരാനുള്ളതാ ഞങ്ങള്. തീർന്ന പരിപാടി തീർന്നു. ഇത് ആരെ തങ്കപ്പൻ ആവശ്യമറിയോ? ഇന്നെന്താ പണിക്ക് പോയില്ലേ? പണിക്ക് പോകാനായിട്ട് ഇറങ്ങിയെന്നേ രാവിലെ. ആ ചാണ്ടി സാറിന്റെ വീട്ടിലായിരുന്നു പണി. അത് പറഞ്ഞില്ലേ? ഞാൻ പണിക്ക് പോകാനായിട്ട് ആ ഗേറ്റിന്റെ അടുത്തേക്ക് ചെല്ലുവോ, അവിടുത്തെ ഒരു പട്ടി ആനയുടെ കുഴപ്പമുണ്ട്. അയ്യോ, കടിച്ചു പറിക്കുന്ന ഒരു സാധനം. അതെന്നെ ഏറ്റവും ഓടിച്ചു. എന്നിട്ടോ ആ പെരക്കകത്ത് മുഴുവൻ ഓടി. ഞാൻ തളർന്ന് ലാസ്റ്റ് എന്റെ കയ്യിലിരുന്ന ഒരു വീതുളി എടുത്തൊരു കയറ്റം കയറ്റി. ആ പുല്ലങ്ങ് ചത്തുപോയി. പട്ടി ചത്തുപോയോ? എന്നിട്ട് ചാടി സാറൊന്നും പറഞ്ഞില്ലേ? ചാണ്ടി സാർ പറഞ്ഞു ഇനി ഇവിടെ പണി എന്തെന്നോ. അതെന്താ? പട്ടിക്ക് കൂട് പണിയാൻ പോയതാണല്ലോ ഞാൻ. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കാക്ക വന്ന് ഓടിയിട്ടുണ്ട്. എവിടെ ഞാൻ പറഞ്ഞിട്ട് മുമ്പ് തോന്നിരിപ്പുണ്ട്. കാക്കയോ? ആരും ഉണ്ടാക്കല്ലേ, കാക്ക എന്താണ്? കാക്ക വരുമോ? കാക്ക വരാൻ നീ കർമ്മം തീരുവോടാ? ഇവിടെ കാക്ക വന്നിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ കർമ്മം തീരുവോ? ഇവിടെ നിങ്ങള് ശവദാഹത്തിന് അന്ന് പറഞ്ഞു ശവദാഹം കഴിയുമ്പോ എന്റെ പൈസ തരാന്ന് പറഞ്ഞു. അന്ന് വന്നായിരുന്നു? അന്ന് വന്നില്ല. ഇന്നിപ്പോ സഞ്ചയനമാണ്. കർമ്മം കഴിയുമ്പോ തരാന്ന് പറഞ്ഞു. ഇതുവരെ തന്നോ? തന്നില്ല. എന്റെ മുതലും പലിശയും തരാതെ ഈ ആത്മാവിന് ഞാൻ ശാന്തി കൊടുക്കില്ല. എന്റെ ചന്ദ്ര, നിനക്കുള്ള പൈസ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുവല്ലേ? പൈസ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന്. എന്റെ പൈസ തന്നു വരുത്താ കാക്കയെ കൊണ്ട് ചോറെടുക്കാൻ ഞാൻ സമ്മതിപ്പിക്കും. അല്ലെ ഈ ചോറ് കാക്കയെ കൊണ്ട് ഞാൻ എടുപ്പിക്കത്തില്ല. ഇല്ല. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എത്രയാ? 25,000 രൂപ കൊടുക്കാനോ? 25,000 രൂപ. ഞാനത് കൊടുക്കാന്ന് പറഞ്ഞാണേ. വാക്ക് പറഞ്ഞാണല്ലോ. ഇനി എന്നാ വേണ്ടത്? പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ അതിന്റെ പലിശയും കൂടെ വേണമെന്ന്. പലിശ വേണം. പലിശയും കൂടെ വേണം. പലിശ ഞാൻ കൊടുക്കാം. നീ കൊടുക്കോ? 25,000, 5,000, 30,000 രൂപ. അത് മൊത്തം ഞാൻ നിനക്ക് അങ്ങ് തരുക. വിലക്കെടുത്ത് ഒരു പരിധിയുണ്ട് കേട്ടോ. അവിടുന്ന് തോന്നിയാത്ത പറയുന്നത് പിന്നെ അല്ല. അവിടുന്ന് സുരേഷേ, എല്ലാരും ഈ കാക്ക ഇവിടെ വരുവാണെങ്കിൽ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിടണേ. എന്തിനാടാ? എന്റെ വിലച്ചോറ് തിന്നോ.